കോട്ടയം ജില്ലയിലെ പ്രസിദ്ധമായ കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് കുമാരനല്ലൂർ കാർത്തിക അഥവാ തൃക്കാർത്തിക. ക്ഷേത്രം നിലവിൽ വരുന്നതിനു മുൻപ് ഈ പ്രദേശം തിങ്കൾക്കാട് എന്നും പിന്നീട് ഇന്ദുകാനനം എന്നും അറിയപ്പെട്ടിരുന്നു. കേരളം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ ആണ് ക്ഷേത്രം സ്ഥാപിച്ചത്. യഥാർത്ഥത്തിൽ ഇവിടെ കുമാരന്റെ സുബ്രഹ്മണ്യൻ വിഗ്രഹം പ്രതിഷ്ഠിക്കാനാണ് പെരുമാൾ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഉദയനപുരത്ത് പ്രതിഷ്ഠിക്കാനായി കൊണ്ടുവന്ന ദേവിയുടെ വിഗ്രഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ എത്തിച്ചേർന്നു. മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ പൂജാരി രാജഗോപം ഭയന്ന ദേവിയുടെ മൂക്കുത്തിയുമായി ഓടിപ്പോരുകയും ഒരു യുവതിയുടെ നിർദ്ദേശപ്രകാരം ഓട്ടം അവസാനിപ്പിച്ച സ്ഥലമാണ് ഇതെന്ന് ഒരു ഐതിഹ്യമുണ്ട്. ആ യുവതി സാക്ഷാൽ ഭഗവതിയായിരുന്നു. ഇവിടെ സുബ്രഹ്മണ്യന് വേണ്ടിയുള്ള ഊര് അല്ല എന്ന അർത്ഥത്തിൽ കുമാരൻ അല്ല ഊരിൽ എന്ന് പറഞ്ഞതിൽ നിന്നാണ് ഈ സ്ഥലത്തിന് കുമാരനല്ലൂർ എന്ന പേര് ലഭിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു. വേദഗിരിയിൽ നിന്ന് കൊണ്ടുവന്ന ദേവിയുടെ വിഗ്രഹം ഒരു ഋഷിവര്യൻ ഒരു നിമിഷം കൊണ്ട് പ്രതിഷ്ഠിച്ച് അപ്രത്യക്ഷനായി. ഇദ്ദേഹം പരശുരാമനാണെന്നും വിശ്വാസമുണ്ട്. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണ് 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ ഉത്സവം കൊണ്ടാടുന്നത്. കാർത്തിക നക്ഷത്രം ദേവിയുടെ ജന്മനക്ഷത്രമായി കരുതപ്പെടുന്നു. തൃക്കാർത്തിക ദിവസം രാത്രിയിലെ കാർത്തിക വിളക്ക് ദർശനം പ്രസിദ്ധമാണ്. ക്ഷേത്രത്തിലും സമീപത്തുള്ള വീടുകളിലും സ്ഥാപനങ്ങളിലും ദീപങ്ങൾ തെളിയിക്കുന്നു. തൃക്കാർത്തിക ദിവസം ആറാട്ട് കഴിഞ്ഞെത്തുന്ന കുമാരനല്ലൂർ ഭഗവതിയുടെ ഭംഗി കാണാൻ തൃശൂർ വടക്കുന്നാഥൻ ക്ഷേത്രത്തിലെ ശിവഭഗവാൻ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര മതിൽക്കെട്ടിൽ വന്നു നിൽക്കാറുണ്ടെന്നാണ് ഐതിഹ്യം. ഈ വിശ്വാസം കാരണം അന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ മധ്യപൂജ തെക്ക് വശത്താണ് നടത്തുന്നത്. മറ്റൊരു ഐതിഹ്യം ഭഗവതിയുടെ സൗന്ദര്യം കാണാൻ ഉദയനപുരം സുബ്രഹ്മണ്യ സ്വാമിയും മതിലകത്ത് നിന്ന് പുറത്തുവന്നു നിന്നു എന്നും ഐതിഹ്യമുണ്ട്. ഈ കഥയുടെ ഓർമ്മക്കായാണ് ഈ ക്ഷേത്രങ്ങളിലും അന്നേ ദിവസം പ്രത്യേക പൂജകൾ നടത്തുന്നത്. തൃക്കാർത്തിക ദിവസം ആറാട്ട്, പള്ളിവേട്ട, ദേശവിളക്ക് എഴുന്നള്ളിപ്പ് തുടങ്ങിയ പ്രധാന ചടങ്ങുകളും പഞ്ചവാദ്യം പോലുള്ള മേളങ്ങളും ഉണ്ടാകും. ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ആറാട്ട് നടക്കാറുണ്ട് എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്.